ഇത് വഖഫ് ഭൂമി തന്നെയാണ്. അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള വാദം തെറ്റാണ്. ഇത് വഖഫ് സ്വത്താണെന്ന സത്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന കാര്യം ഗവൺമെൻറ് ഗൗരവമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വഖഫ് അല്ല എന്നാരും പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് സമൂഹത്തിലൊരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വഖഫാണെന്ന് പറഞ്ഞാൽ അത് വഖഫാകുമോ? ഞാൻ വഖഫല്ലെന്ന് പറഞ്ഞാൽ അത് വഖഫല്ലാതെയാകുമോ? ഞാൻ പിന്നെയും പറയുന്നു, ഒരു കണ്ണുകിടയുടെ മനസ്താപമോ അല്ലെങ്കിൽ മാറ്റിപ്പറയലോ ഇല്ലാതെ ഞാൻ പറയട്ടെ, മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയേണ്ടത് ട്രിബ്യൂണലാണ്, രാജ്യത്തിലെ ഗവൺമെന്റാണ്. ഇതിന്റെ അകത്തൊരു വിവാദത്തിന്റെ ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം. വഖഫ് ഭൂമി വിവാദം കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്ന ഒന്നായി തീരുമോ എന്ന ആശങ്കകൾക്കിടയിലാണ് നിലപാടിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ നിന്ന് ഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയെ തൊടാതെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുകയായിരുന്നു സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടുന്ന ലീഗ് നേതൃത്വം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമീപനങ്ങളെ തിരുത്തുന്നതാണ് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന കെ എം ഷാജിയുടെ ഊന്നലും അതിന് ഇ ടി മുഹമ്മദ് ബഷീർ നൽകിയ പിന്തുണയും. ഇതോടെ വെട്ടിലാകുന്നത് ലീഗ് നേതൃത്വം മാത്രമല്ല, UDF ഒന്നാകെയാണ്. മുനമ്പത്തിന്റെ പേരിൽ വർഗീയത പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് UDFിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ. ഇതോടെ UDF വിവാദ മുനമ്പത്തായോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിലെ ശ്രീ KP നൌഷാദ് അലി, BJPയെ പ്രതിനിധീകരിച്ച ശ്രീ ഷോൺ ജോർജ്, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, ഇടത് നിരീക്ഷകൻ ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. സ്വാഭാവികമായും ഒരു ലീഗ് പ്രതിനിധിയെ പ്രേക്ഷകർ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ടാകും. എന്നാൽ പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന് ലീഗ് നേതൃത്വം നിലപാടെടുത്ത സാഹചര്യത്തിൽ ലീഗ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. ശ്രീ നൌഷാദ് അലി, ഈ മുനമ്പത്തെ വഖഫ് ഭൂമി വിവാദത്തിൽപ്പെട്ട് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ആശങ്കയുടെ മുൾമുനയിൽ കഴിയുന്ന ആളുകളുടെ ജീവിതം സംബന്ധിച്ച കാര്യങ്ങളിലെ തീർപ്പാണ് നമ്മൾ പരിഗണിക്കുന്നത്. അവിടെ ഉടമസ്ഥാവകാശം എന്നത് ഒരു പ്രശ്നമല്ല, മറിച്ച് സാമുദായിക വിഭജനത്തിലേക്കൊക്കെ വഴിവെച്ചേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ അത് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കുടിയൊഴിപ്പിക്കപ്പെടില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീർപ്പ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണല്ലോ UDFും വിശേഷ ഈ മുസ്ലിം ലീഗും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാദിഖ് അലി തങ്ങളുടെയും ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ നിലപാടുകളെ റദ്ദ് ചെയ്യുന്ന തരത്തിൽ വഖഫ് ഭൂമിയാണ് എന്ന് തറപ്പിച്ച് വീണ്ടും വീണ്ടും ലീഗിൽ നിന്ന് കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും പറയുന്നത് യഥാർത്ഥത്തിൽ UDFിന്റെ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശശുദ്ധിയെ ഇല്ലാതാക്കുന്നതല്ലേ? UDFിലെ ഒരു അഭിപ്രായ ഭിന്നതയല്ലേ ഇന്ന് പുറത്തു വന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഗോപികൃഷ്ണ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് തങ്ങന്മാർ പറയുന്നതാണ് അവസാന വാക്ക്. ആ അവസാന വാക്കിനെ മറികടക്കുന്ന ഒരു നേതാവും ആ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തമ വിശ്വാസം. പിന്നെ മുനമ്പം വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം സാമുദായിക വിഭജനമില്ലാതെ അടിയന്തിരമായി പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടൊരു ഗവൺമെന്റ് ബോധപൂർവം അവധാനത വരുത്തി പരമാവധി സാമുദായികമായിട്ട് വിഭജിക്കപ്പെടട്ടെ, ഇത് കുട്ടിച്ചോറാവട്ടെ, അതിൽ നിന്ന് ആ കലക്കവെള്ളത്തിൽ നിന്ന് എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ളതിന്റെ ഗവേഷണത്തിലാണ് അവർ ഈ വിഷയം പരിഹരിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും നടത്തുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ചരിത്രപരമായ റെഫറൻസുകൾ നമുക്കുണ്ട്. ഇവിടെ 983 ഇവിടെ പിന്നെ ശബരിമല പൂങ്കാവനവുമായി ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ടാകുന്നത്. അവിടെ പിന്നെ മറ്റൊരു
സമുദായത്തിൻ്റെ ആരാധനാ ചിഹ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നൊരു വിവാദമുണ്ടായപ്പോൾ ആ വിഷയത്തിലൊക്കെ അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരനും UDF ഗവൺമെന്റും എടുത്ത ദ്രുതഗതിയിലുള്ള ഇടപെടലുകളും തീരുമാനങ്ങളും ഒക്കെ കേരളത്തിന് എല്ലാ കാലത്തും ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അതുപോലെ തന്നെ അതേ സർക്കാരിന്റെ കാലത്ത് നിലമേൽ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന് ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളായിരുന്നു ഇരുപക്ഷത്ത്. ആ പ്രശ്നവും ഒരു മണിക്കൂർ പോലും വൈകാതെ ഉചിതമായ സമയത്ത് പരിഹരിക്കാനുള്ള നൗഷാദ് അലി, ഞാൻ ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. ഇതിന്റെ പ്രശ്നപരിഹാര സാധ്യതയിലേക്കും അതിന് എത്രത്തോളം ആത്മാർത്ഥത സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ വ്യക്തതയുള്ളൊരു മറുപടി തന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ചോദിച്ചത്, താങ്കൾ പറഞ്ഞു സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നതാണ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നിലപാട് എന്ന് താങ്കൾ പറഞ്ഞു. അവർ വഹിക്കുന്ന പദവി വെച്ച് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം സംഘടനകളുടെ താല്പര്യപ്രകാരം അവരുടെ ഇംഗിതത്തിനനുസരിച്ചാണോ KM ഷാജിയും ET മുഹമ്മദ് ബഷീറും ഇത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ പൊരുൾ? അതല്ലെങ്കിൽ ലീഗ് നേതൃത്വം ഒരു നിലപാടെടുക്കുകയും പ്രതിപക്ഷ നേതാവ് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമ്പോൾ എന്തിനാണ് ലീഗിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു ഭിന്നസ്വരം വരുന്നത്? യഥാർത്ഥത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളെയും മാത്രമല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളെ കൂടി തള്ളിപ്പറയുകയായിരുന്നു ഇന്ന് KM ഷാജിയും ET മുഹമ്മദ് ബഷീറും. മറുപടി ആയില്ല. ഗോപികൃഷ്ണ, ഞാനിവിടെ ഏതെങ്കിലും വ്യക്തികളുടെ വക്കാലത്ത് ഏറ്റെടുത്തല്ല ഇരിക്കുന്നത്. ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനെ കുരുക്കഴിക്കാനോ വിശദീകരിക്കാനോ ഒന്നും ഞാനാളല്ല. പക്ഷേ നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങളുടെ പ്രസക്തമായ ചോദ്യം മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം. ഞാൻ അതിന് ഉത്തരമായിട്ട് ഞാൻ ചോദിക്കുന്നത് മുനമ്പത്തേത് അതായത് മുനമ്പത്തെ പ്രശ്നത്തിന്റെ പേരിൽ ഒരു സാമുദായിക വിഭജനം ഇവിടെ ഉണ്ടാകരുത്, അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനും ഒരു പാർട്ടിയും തയ്യാറാകരുത്, അതിനെ ശ്രമിക്കരുത്, അത് തടയിടണം എന്നതാണ് UDFന്റെ ഉത്തമമായ താല്പര്യമെങ്കിൽ എന്തിനാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം എടുത്തതിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം ലീഗിൽ നിന്ന് വന്നത്? അത് UDFന്റെ ഉദ്ദേശശുദ്ധിയെ തകർക്കുന്നതല്ലേ? ക്ഷമിക്കണം. ഞാനൊരു കാര്യം പറയാം ഗോപികൃഷ്ണ. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി കേരളത്തിൽ എല്ലാ കാലത്തും ഒന്നുകിൽ അത് ബാഫഖി തങ്ങൾ പ്രസിഡന്റ് ആവുന്ന കാലത്ത് അദ്ദേഹം, പിന്നീട് പാണക്കാട് തങ്ങന്മാർ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അവർ, അതാണ് അവരുടെ അവസാന വാക്ക്. ആ അവസാന വാക്കായ സാദിഖ് അലി തങ്ങൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മലപ്പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാമജന്മഭൂമി ബാബരി മസ്ജിദ് വിഷയം ഉണ്ടായ കാലത്ത് ബാബരി പള്ളി നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന എല്ലാ കാലത്തും എല്ലാവരും വിശ്വസിച്ചു പോകുന്നതാണ്. എന്നാൽ പിന്നീട് കോടതി ഇടപെട്ടുകൊണ്ട് അതിലൊരു തീർപ്പുണ്ടാക്കിയപ്പോൾ ആ തീർപ്പിനോടൊപ്പം നിന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ വിഷയ പ്രശ്ന പരിഹാരത്തിനുള്ളൊരു മാർഗം. അതുപോലെ തന്നെ ജിഫ്രി തങ്ങൾ എന്ന കേരളത്തിലെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും അംഗീകരിക്കുന്ന സമുന്നതനായ നേതാവ് പറഞ്ഞത്, ആ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഫറൂഖ് കോളേജ് പറയുന്നു അത് വഖഫ് ഭൂമിയല്ല, ഗിഫ്റ്റ് ലാൻഡാണ് എന്ന്. എന്നാൽ അത് വഖഫ് ഭൂമിയാണ്, ഫറൂഖ് കോളേജ് തെറ്റ് കാണിച്ചു, അവർ വിറ്റുകളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു വരികയാണ്. അന്തിമ തീരുമാനം നിയമപരമായും സാങ്കേതികമായും അതായത് താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്, അതായത് സാദിഖ് അലി തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ അഭിപ്രായം മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നാണ്. കാരണം PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറഞ്ഞത് വഖഫ് ഭൂമി അല്ല എന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നുമാണ്. സാദിഖ് അലി തങ്ങളും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നതാണ് ലീഗിന്റെ നിലപാടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ലല്ലോ ലീഗിന്റെ നേതൃത്വം പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് വഖഫ് ഭൂമി അല്ല എന്നാണോ? അല്ല, ഇവിടെ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം അതൊന്ന് മതപരമായി സാങ്കേതികമായി നിയമപരമായൊരു വിഷയമാണ്. ആ വിഷയത്തിൽ കോടതികളും സർക്കാരും അടിയന്തരമായിട്ടൊരു നിലപാടുകൾ സ്വീകരിച്ച് ഈ സർക്കാർ അത് പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമവും നടത്തിയിട്ട് അതിനൊരു തീർപ്പുണ്ടാക്കിയാൽ അതോടൊപ്പം മുസ്ലിം സമുദായം നിൽക്കും, ക്രിസ്ത്യൻ സമുദായം നിൽക്കും, കേരളത്തിലെ പൊതുസമൂഹം നിൽക്കും. അതിനു വേണ്ട നടപടികൾ ചെയ്യാതെ ഇതിനകത്ത് വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ് എന്ന് CPM നാളെയെങ്കിലും തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ശ്രീ. അങ്ങനെ പറയുമ്പോൾ ഒന്ന്, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അത് പരിശോധിക്കുകയാണ്.
രണ്ട്, ഇതിന് മുൻപുണ്ടായിട്ടുള്ള സാഹചര്യത്തിലും നിസാർ കമ്മീഷനെ വെച്ച് ഈ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമിയെ കണ്ടെത്താൻ വേണ്ടി തീരുമാനമെടുത്തതും അതിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് കടന്നതും 2008 VS അച്യുതാനന്ദൻ നയിച്ചിരുന്ന ഇടതുമുന്നണി സർക്കാരാണ്. അതിനുശേഷം ഇപ്പോൾ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഇതൊരു ഗിഫ്റ്റഡ് ഡീഡാണോ അതല്ല ഇതൊരു വഖഫ് ഭൂമിയാണോ ഫറൂഖ് കോളേജിന് കിട്ടിയിരിക്കുന്നത് എന്നതിലൊക്കെ ഉള്ള തർക്കമുണ്ട്. പക്ഷെ അപ്പോഴും ഭൂമിയിൽ ഈ ഇറക്കപ്പെടുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന കുടുംബങ്ങളോട് സർക്കാർ പറഞ്ഞത് നിങ്ങൾ കരമടച്ചോളൂ, നിങ്ങളുടെ ഭൂമി എവിടെയും പോകുന്നില്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് കുടിയിറങ്ങേണ്ടി വരില്ല എന്ന ഉറപ്പ് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട്. വഖഫ് സംരക്ഷണ സമിതി കോടതിയെ സമീപിച്ചപ്പോഴാണ് സർക്കാരിൻ്റെ ആ നീക്കങ്ങൾ തടയപ്പെട്ടത്. സർക്കാർ ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടില്ല എന്ന ആക്ഷേപം നിങ്ങൾക്ക് എങ്ങനെ ഉന്നയിക്കാൻ കഴിയും? ഞാനൊരു കാര്യം പറയട്ടെ ഗോപികൃഷ്ണ, സർക്കാർ ഈ ഉറപ്പൊക്കെ കേവലം ജലരേഖകൾ മാത്രമാണ്. നമ്മൾ ഒരു നിലപാടും തീരുമാനവും എടുക്കുമ്പോൾ അതിന് നിയമപരമായ യുക്തിസഹമായ പിൻബലം വേണം. അങ്ങനെ ഒരു പിൻബലം വേണമെങ്കിൽ അത് കേവലം വാചാടോപങ്ങളിൽ ഒതുക്കുകയല്ല വേണ്ടത്. അതിന് രമ്യമായ പരിഹാരം കാണാൻ ഇവിടെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം, നിങ്ങൾ പറഞ്ഞ ഈ സർക്കാർ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് ഈ സംസ്ഥാനത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഐക്യകണ്ഠേന ആവർത്തിക്കുന്ന ഒന്നാണ്. ആ അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കേണ്ട ഗവൺമെന്റ് അത് ബോധപൂർവം തീയതികൾ മാറ്റി ഉപതെരഞ്ഞെടുപ്പിന് ആനുപാതികമായിട്ടും ഇപ്പൊ പഞ്ചായത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പോലും ആനുപാതികമായിട്ടും നീട്ടിക്കൊണ്ട് പോകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ആരാണ് ഇവിടെ? ശരി, നൗഷാദിൽ ഞാൻ വരാം. രണ്ടാം ഘട്ടത്തിൽ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് പോകുന്നു. ഡോക്ടർ, ഈ കാര്യത്തിൽ ഡോക്ടറുടെ ഒരു അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. അതിനൊപ്പം ഡോക്ടർ, ഈ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്, അതായത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ സാമുദായികമായ അസ്വസ്ഥതകൾക്കിടവരുത്തുന്ന തരത്തിൽ ഏതെങ്കിലും കക്ഷി മുനമ്പത്തെ വഖഫ് വിഷയത്തെ, വഖഫ് ഭൂമി സംബന്ധിച്ച കാര്യങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് തടയിടുകയാണ് വേണ്ടത് എന്ന ബോധ്യത്തിൽ നിന്നാണല്ലോ UDF ഒക്കെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ലീഗിന്റെ സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ചും സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ വളരെ വളരെ പക്വതയോടുകൂടി ആ കാര്യങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ഇത് വഖഫ് ഭൂമിയാണ്, ഇത് ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് വഖഫ് ഭൂമി തന്നെയാണ്, അതല്ല എന്ന് പറയണമെങ്കിൽ അത് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് ശേഷമായിരിക്കണം, അല്ലെങ്കിൽ സർക്കാർ പറയണം എന്ന് KM ഷാജിയും വഖഫ് ഭൂമി തന്നെയാണ് എന്ന് ET മുഹമ്മദ് ബഷീറും ആവർത്തിച്ചു പറയുന്നത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ലീഗ് പോലെ ഒരു പാർട്ടിയുടെ ഉത്തമ താല്പര്യത്തെ ഇല്ലാതാക്കുന്നതല്ലേ? അല്ല, ആദ്യം തന്നെ ഞാൻ പറയാം, ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പറയാം, ഇത് ഫസ്റ്റ് മീറ്റിംഗ്, മുസ്ലിം സംഘടനകളുടെ മീറ്റിങ്ങിൽ ഫറൂഖ് കോളേജ് അവിടെ വന്ന് പറഞ്ഞത്, ഞാൻ പങ്കെടുത്തില്ല, ഞങ്ങളുടെ സെക്രട്ടറി പങ്കെടുത്തിട്ടുണ്ട്, വന്ന് പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഡീഡ് കിട്ടിയാണ്. അപ്പോൾ കാര്യം മാറിയില്ലേ? അത് ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ സെക്രട്ടറിയാണ് വന്ന് പറയുന്നത് ഇത് ഗിഫ്റ്റ് ഡീഡ് കിട്ടിയതാണെന്ന്. അതേസമയം അവിടെ ഇരിക്കുന്ന മുസ്ലിം സംഘടനകൾ എന്താ പറഞ്ഞതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അവരിൽ ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞു അല്ലല്ല ശരിയല്ല, അവർ തർക്കിക്കാൻ പോയില്ല, ഉള്ളിൽ പറഞ്ഞു എന്തെന്ന് ഇത് വഖഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നത്തിൽ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഞാൻ ഇടുന്നത്. ഡോക്ടർ, ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നല്ലോ, അതായത് VS അച്യുതാനന്ദന്റെ കാലത്ത് 2008 വെച്ച നിസാർ കമ്മീഷൻ. അന്ന് നിസാർ കമ്മീഷൻ പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയാണോ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ, അതോ ഫാറൂഖ് കോളേജിന് ഒരു ഗിഫ്റ്റ് ഡീഡായി ലഭിച്ചതാണോ എന്ന് കണ്ടെത്താൻ അന്ന് കമ്മീഷന് കഴിഞ്ഞിരുന്നില്ല. അന്ന് പക്ഷേ കമ്മീഷന് മുൻപാകെ സിദ്ദിഖ് സേട്ട് തങ്ങൾക്ക് സ്ഥലം കൈമാറിയത്, അതായത് സിദ്ദിഖ് സേട്ട് കൈമാറിയ സ്ഥലം അത് രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡായിട്ടാണ് എന്ന് കോടതി വിധികളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് അന്ന് നിസാർ കമ്മീഷന്റെ പരിശോധനയിൽ വാദിച്ചത്. അത് താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ല, അത് ഗോപി, അത് ശരിയല്ല, അത് അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയല്ല. അതുകൊണ്ടാണ് ET മുഹമ്മദ് ബഷീർ അത്ര സ്ട്രോങ് ആയിട്ട് പറയാൻ കാരണം. അവർ പറഞ്ഞതല്ല, നമ്മളിപ്പോൾ തർക്കമല്ല, നമ്മൾ രണ്ടായിട്ട് കാണും. പിന്നെ അത് ഇടതുവശമാണ് കുഴപ്പക്കാർ, വലതുവശമാണ് കുഴപ്പക്കാർ, സതീശനാണ്, അതിലോട്ടൊന്നും പോകണ്ടെന്നേ. ഞാൻ കാര്യമായിട്ട് തന്നെ ആ കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവർ മിണ്ടാതിരിക്കുകയും ഇപ്പം അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഞങ്ങളുടെയൊക്കെ കയ്യിൽ വന്നിട്ടുണ്ട്. ആ ഒറിജിനൽ ഡോക്യുമെൻ്റ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് വഖഫ് ചെയ്തതാണ്. അപ്പോൾ പ്രശ്നം അപ്പോൾ അതാണ് പിന്നീട് മാറ്റി പറയണമെന്ന് ആൾക്കാർ. കാരണം അന്ന് അവരോട് പറഞ്ഞു കൊടുത്തത് വേറെ രീതിയിലാണ്. ഇപ്പോൾ വന്നപ്പോൾ ഡോക്യുമെൻ്റ് പുറത്തു വന്നു, ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്, തീർച്ചയായിട്ടും ETയുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അവരത് പഠിച്ചുകൊണ്ട് അവർ പറയണ വഖഫാണെന്ന്. പക്ഷെ അവരതിൽ മറ്റത് പറഞ്ഞിട്ടില്ല, മറ്റവരെ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് വഖഫാണെന്ന് പറയാനുള്ള ഒരു കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇനി നാളെ ഇതുമാതിരി പ്രശ്നങ്ങൾ വന്നാലോ?
വക്കഫാണോ അല്ലേ എന്നുള്ള തർക്കത. അതുകൊണ്ട് അവരൊരു ഗാർഡനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഷാജിയുടെ ശൈലിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അടിച്ചങ്ങോട്ട് കസറി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പറഞ്ഞത് എന്തെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ദാറ്റ് ഈസ് എ ഫോം ഓഫ് സെൻഷർ അല്ലേ? ആണ് ഡോക്ടർ. പക്ഷെ അങ്ങനെ അടിച്ച് കസറി ഒരു ശൈലിയുടെ ഭാഗമായിട്ട് കെ എം ഷാജി പറഞ്ഞതാണോ, അതോ മുസ്ലിം സംഘടനകളുടെ നിലപാടുകൾക്കൊത്ത് അങ്ങനെ പറയേണ്ടി വന്നതാണോ, അതോ ലീഗിനകത്തുള്ള രണ്ട് ചേരിയുടെ മറുചേരിയുടെ ഒരു ശബ്ദം നമ്മൾ കേട്ടതാണോ? ഇല്ല, അല്ലല്ല, ലീഗിൻ്റെ അകത്ത് രണ്ട് ചേരിയൊന്നും അല്ലാന്ന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ തന്നെ ചാനലിൽ ആദ്യം വന്ന് പറഞ്ഞ ഗിഫ്റ്റ് ഡീലാണെന്നാ. അത് ഞങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാണെന്നേ ഗിഫ്റ്റ് ഡീലാണെന്നുള്ള മട്ടിൽ. മനസ്സിലായോ? ഉള്ള കാര്യം നമ്മൾ തുറന്നു പറയണ്ടേ? വെറുതെ ഇപ്പോൾ വന്നിട്ട് നമ്മൾ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു കൂട്ടർ പറഞ്ഞ് അവരുണ്ടാക്കുന്നു, മറ്റേ കൂട്ടർ പറഞ്ഞ് വേറെ ഒരുത്തരാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം, ഇത് കോടതിയിൽ പോയ കേസല്ലേ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് വഖഫ് ഭൂമികളൊക്കെ തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമം വന്നത്. അതനുസരിച്ചിട്ടാണ് നിസാർ കമ്മീഷൻ വെച്ചത്. നിസാർ കമ്മീഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വഖഫാണെന്നാണ്. പിന്നെ ഡിസ്ട്രിക്ട് കോടതി ഇതൊരു കേസ് വന്ന് ഡിസ്ട്രിക്ട് കോടതിയും പറഞ്ഞത് വഖഫാണെന്ന്, ഹൈക്കോടതിയും പറഞ്ഞത് വഖഫാണെന്ന്. അത് അങ്ങനെ ആകുമ്പോൾ വേറെ വലിയൊരു തമാശകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവരുടെ സൈഡ് പറഞ്ഞതായിരിക്കും. ഇവർ വിറ്റല്ലോ, ഇവരെങ്ങനെ വഖഫ് ഭൂമി എടുത്ത് വിറ്റ്? ഇവർ ഭൂമി വഖഫ് ഭൂമി ഇത് വേറെ വിറ്റോ? ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ ഇത് വഖഫാണെന്ന് പ്രഖ്യാപിച്ചെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇത് ആർക്ക് തിരിച്ചു പോവും? ഇവർക്ക് തന്നെ തിരിച്ചു പോവോ? വിറ്റ ആൾക്കാർക്ക് തിരിച്ചു പോവോ? വിറ്റ ആൾക്കാർക്ക് തിരിച്ചു പോകാൻ പറ്റുമല്ലോ, അവർ വിറ്റില്ലേ. വിറ്റെന്ന് അവർ തന്നെ പറഞ്ഞില്ലേ, അവരൊരു അഡ്വക്കേറ്റ് പോളിനെ വെച്ചിട്ട് നടത്തിയതല്ലേ. അപ്പോൾ എങ്ങനെയാണ് ശരിയാകുമ്പോൾ അപ്പോൾ തിരിച്ചു പോകുന്നു പറഞ്ഞപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നിയമത്തിൻ്റെ ഒരു കുരുക്കിൽ പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തികച്ചും ന്യായമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ടുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ ശ്രീ രാമേന്ദ്രൻ നായരാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിന് യാതൊരു താല്പര്യമുള്ള ഒരു ആളല്ല. അത് സ്പീഡപ്പ് ചെയ്യണം. അത് നമ്മുടെ സാധാരണഗതിയിലുള്ളത് ഉരുണ്ടുപോക്ക് ചെയ്ത് അതിനിടയിൽ മനസ്സിലായില്ലേ, ഒരു തരത്തിലുള്ള അനക്കം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇതിൻ്റെ പ്രതിഫലനമൊന്നും ഉണ്ടായില്ലല്ലോ. പാലക്കാടോ ചേലക്കര ഇലക്ഷനിലൊന്നും ഒന്നും ഉണ്ടായില്ല. അന്ന് ചിലരൊക്കെ വന്ന് പറഞ്ഞ് ഇതിന് പ്രതിഫലനം ഉണ്ടാവും ഇലക്ഷനിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലോക്കലായിട്ടുള്ള പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. അതിൽ തീർച്ചയായും ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 100% മുൻപത്തുകാരുടെ കൂടെയാണ് ആ കാര്യത്തിൽ. പക്ഷേ മറ്റൊരു കാര്യത്തിൽ എനിക്ക് വേറെ മാറ്റി പറയാൻ പറ്റില്ല. വഖഫിന്റെ സാധനം വഖഫ് തന്നെയാണ്. അപ്പൊ അവരെ ആദ്യം താങ്കൾ തന്നെ കരുതിയത് ഇത് വഖഫ് ഭൂമി അല്ല എന്നാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് എവിടെയും ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു പരസ്യ പ്രതികരണം നടത്തിക്കൊണ്ട് അവർ ഇത് വഖഫാണോ അല്ലയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. നിസാർ കമ്മീഷന് മുൻപാകെ അവർ പറഞ്ഞ കാര്യം ഇത് കോടതി വിധികളിൽ തന്നെ ഇത് ഗിഫ്റ്റ് ഡീഡാണ് എന്ന കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു അവരുടെ വാദം. ഒരുപക്ഷെ അവർ അതേ വാദത്തിലായിരിക്കും ഇപ്പോഴും ഉണ്ടാവുക, നമുക്കറിയില്ല. പക്ഷേ ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണ്? മുനമ്പത്തെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ആളുകൾ അവരുടെ ഭൂമിയിന്മേലുള്ള അവകാശം, അവരുടെ ആ സ്വത്തിന്മേലുള്ള അവകാശം സംരക്ഷിക്കപ്പെടുമോ ഇല്ലയോ? അതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണല്ലോ BJP ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണല്ലോ BJP പറയുന്നത് അവിടെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന സമൂഹത്തിനൊപ്പമായിരിക്കും ഞങ്ങൾ നിൽക്കുക എന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ടല്ലോ അങ്ങനെ അതാണ് കാതലായ പ്രശ്നമെങ്കിൽ, അതാണ് ലീഗ് നേതൃത്വം കാതലായ പ്രശ്നമായി കാണുന്നതെങ്കിൽ ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ഡോക്ടർ. എന്തിനാണ് അതൊരു തർക്ക വിഷയമായി കൊണ്ടുവരുന്നത്? അതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ്? ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്? അല്ല, ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല. നേരത്തെ നൗഷാദ് അലി പറഞ്ഞത് ശരിയാണ്. അതിൽ നൗഷാദ് അലി ഒരു ഡയലോഗ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കൂല. ജിഫ്രി തങ്ങളാണ് കേരളത്തിലെ മുസ്ലിമുകൾ മുഴുവൻ അംഗീകരിക്കുന്നത്. ഞാൻ അംഗീകരിക്കുന്നില്ലല്ലോ, മതപരമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ വേറെ വിഭാഗത്തിൽപ്പെട്ട ആളല്ല. ജിഫ്രി തങ്ങളെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ വേറെ ഒരു സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഏതാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മളെ വരാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ തർക്കം വഖഫ് ബോർഡ് ഇത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുന്നിൽ ഫറൂഖ് കോളേജ് ഇപ്പോൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ തർക്കത്തിൻ്റെ ഒരു പോർഷൻ തീർന്നല്ലോ. ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ല അല്ല തെളിയിച്ചാൽ പിന്നെ ഞങ്ങൾ വിറ്റെന്ന് പറഞ്ഞാൽ ഇവരുടെ ഭൂമിയായിട്ട് മാറി. പിന്നെ വരുന്നത് നെക്സ്റ്റ് സ്റ്റേജ് ഗവൺമെൻറ് സ്പീഡപ്പ് ചെയ്യണം എന്നുള്ള. അപ്പോൾ ഗവൺമെൻറ് സ്പീഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നം വരും. വഖഫ് ഭൂമി അല്ലാത്തത് എടുത്ത് വിറ്റാൽ എന്താ കോംപ്ലിക്കേഷൻ? അപ്പം നിയമനിർമ്മാണം നടത്തേണ്ടി വരും. അതിൽ UDF LDF കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് മനസ്സിലായില്ലേ ഈ ഭൂമി ഇവർക്ക് കൊടുക്കുന്നത്. നേരത്തെ നല്ല രസത്തിലാണല്ലോ പറഞ്ഞത്, അയോധ്യയിൽ വരെ നമുക്ക് അതിന് പരിഹാരം ഉണ്ടായി എന്ന് പറഞ്ഞ മാതിരി ഇതിലൊരു കാര്യം ഞാൻ തീർത്തും പറയാം. ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ ആണെങ്കിൽ മുസ്ലിമുകളിൽ ഒരുപാട് പേര് എതിർക്കും. അതേസമയം ഇത് ആയിക്കോട്ടെ, ഇത് സംഭവമൊക്കെ തന്നെ ഇവരെ പുനരധിവാസം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും അത് അംഗീകരിക്കും. അത് ഇതുവരെയുള്ള അതുകൊണ്ടാണ് ഒരു മുസ്ലിം സംഘടന ഇപ്പോഴും എതിർത്ത് പറയുന്നില്ല എന്നുള്ള കാര്യം അതിൻ്റെ വ്യക്തമാണത്. അവരെല്ലാവരും ഡോക്ടർ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാമേ. ഡോക്ടർ, ഞാൻ ശ്രീ ഷോൺ ജോർജിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീ ഷോൺ ജോർജ്, എന്തൊക്കെയായിരുന്നു BJPയുടെ ഈ വിഷയത്തിന്മേലുള്ള പ്രചാരണങ്ങൾ?
ഈ രാജ്യത്ത് റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി വഖഫ് ബോർഡാണെന്നായിരുന്നു ഒന്നാമത്തെ പ്രചാരണം. അത് ഈ സത്യത്തിൽ യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന് ഈ വഖഫ് സ്വത്തിന്മേൽ ഒരു ഉടമസ്ഥാവകാശവും ഇല്ല, താങ്കൾക്കറിയാമല്ലോ. അതായത് അവരുടെ നേരിട്ടുള്ള ഉടമസ്ഥതയിൽ കേരളത്തിലുള്ളത് തന്നെ വെറും 30 സെന്റ് ഭൂമിയാണ്. വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് ഈ ദാനം ചെയ്യുന്ന ആളുടെ ഉദ്ദേശം എന്താണോ അതനുസരിച്ച് അത് സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ബോർഡിന്റെ ചുമതല. അപ്പോൾ ഈ തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. പിന്നെ മുനമ്പത്തെ ഈ അവിടുത്തെ ആളുകളെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഒരു സമുദായത്തെ, അതായത് അവരുടെ സംരക്ഷകരാണ്, അവരെ കുടിയൊഴിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് BJP വരുന്നു. ഈ വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന്, അതായത് അതിൻ്റെ നൂലാമാലകളൊക്കെ വേറെ നമുക്ക് ചർച്ച ചെയ്യാം, അതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും, ഏതായാലും അത് നടപ്പാക്കിയാൽ ഈ പ്രശ്നം തീരുമെന്ന് പ്രചരിപ്പിക്കുന്നു. കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കാനും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടും BJP നടത്തുന്ന നീക്കങ്ങൾ ഇന്ന് പരക്കെ ആക്രമിക്കപ്പെട്ട ഒരു നിലപാടിനെതിരെ UDF രംഗത്ത് വരികയാണ്. അതിൽ മുസ്ലിം ലീഗൊക്കെ അതിന് വളരെ ഈ സാദിഖ് അലി തങ്ങളൊക്കെ ആ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുകയും ഇവിടെ സാമുദായിക സൗഹാർദ്ദം തകരരുത് എന്ന നിലപാടെടുത്തുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. BJPക്ക് എന്താണ് ഇനി കാര്യത്തിൽ പറയാനുള്ളത്? എനിക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള സമയം തരുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന്, അങ്ങ് അവതാരകൻ എന്ന നിലയിൽ തുടക്കത്തിൽ പറഞ്ഞ ഒരു ചോദ്യം, ആദ്യം ഫസൽ ഗഫൂർ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചെന്ന് വരുന്നു, UDFന്റെ ഒരു ഉദ്ദേശശുദ്ധിയെ തുരങ്കം വെക്കുന്ന നിലപാടല്ലേ ലീഗ് സ്വീകരിച്ചത്? അങ്ങയുടെ ചോദ്യം അതായിരുന്നു. UDFന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. UDF എന്ന് മാത്രമല്ല, UDFനും LDFനും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഈ വിഷയത്തിൻ്റെ തുടക്കം മുതൽ ഇവിടം വരെയും മുനമ്പ് ഒരു പ്രാദേശിക വിഷയമായി മാറ്റണം എന്നത് തന്നെയായിരുന്നു വിഷയം. രണ്ട്, ഇപ്പോൾ അങ്ങ് എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇത് വഖഫ് ബോർഡ് ഈ ഭൂമിയുടെ ഉടമസ്ഥരാണോ, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് നേരെ ഇത് എന്തിനാണ് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? വഖഫ് ബോർഡ് ഈ നാട്ടിലുള്ള മുഴുവൻ സ്വത്തുക്കളും കവർന്നു തിന്നാൻ ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ മുനമ്പത്തെ ജനതയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് പോകണം? ഞാനൊരു കാര്യം ചോദിച്ചു, ഈ രാജ്യം ഭരിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് അങ്ങ് പ്രത്യേകം അങ്ങയുടെ സംസാരത്തിലൊന്ന് പരാമർശിച്ചാൽ നന്നായിരുന്നു. കാരണം ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന തീവ്രവാദികളൊന്നുമല്ല ഞങ്ങൾ ഈ രാജ്യത്ത് അറിയപ്പെടുന്ന, ഈ രാജ്യത്ത് 10-16 ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള ഈ സംസ്ഥാനത്ത് 16 ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പിന്നെ വഖഫ് ബോർഡിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയാം, വഖഫ് ബോർഡിൻ്റെ തിരിമറിയും ക്രമിക്കേട് മാത്രം. 2015 ME ഹസൈനാർ അറിയാമായിരിക്കും, അത് കളമശ്ശേരി മുനിസിപ്പൽ ചെയർമാനായ വ്യക്തിയാണ്. ME ഹസൈനാർ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ പരിചയമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ വാപ്പ യഥാർത്ഥത്തിൽ വഖഫ് ചെയ്ത് കൊടുത്തൊരു വസ്തു, അത് 2015 മുമ്പുള്ള കാലഘട്ടത്തിൽ അവരത് പലർക്കും മുറിച്ചു വയ്ക്കുകയും വഖഫ് ബോർഡ് അതിനെതിരെ പരാതിയായി പോവുകയും വഖഫ് ബോർഡിന് അനുകൂലമായ വിധി സമ്പാദിച്ച് 2015 ആ വസ്തു പിടിച്ചെടുത്ത് വഖഫ് ബോർഡിൻ്റെ പേരിൽ കൂട്ടാൻ വഖഫ് ട്രിബ്യൂണലിൽ ഉത്തരവിട്ടത് 2015 അതിനുശേഷം ഹൈക്കോടതി അത് ശരിവെച്ചു 2015 തന്നെ. ആ ഉത്തരവ് ഇപ്പോൾ 9 വർഷമായിട്ട് വഖഫ് ബോർഡ് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. നിസ്സാര ഒരു ഉദാഹരണം പറഞ്ഞത്, അങ്ങനെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. ഇനി ഒന്നും വേണ്ട, എറണാകുളത്ത് ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ ഇരിക്കുന്നത് ME ഹസൈനാറിൻ്റെ CPMന്റെ നേതാവാണ്. ME ഹസൈനാറിൻ്റെ വസ്തു പിടിച്ചെടുത്ത് വഖഫിൻ്റെ പേരിൽ കൂട്ടാനുള്ള യഥാർത്ഥ വഖഫ് ഡീഡ് പ്രകാരം പേരിൽ കൂട്ടാനെടുത്ത് വഖഫ് ട്രിബ്യൂണലിട്ട ഉത്തരവ് 9 വർഷമായി പിണറായി ഭരിക്കാൻ തുടങ്ങി 2016. ആ 16 മുതൽ 2024 ഈ നിമിഷം വരെയും ആ ഓർഡർ പിടിച്ചു വെച്ചേക്കാം. ഈ നിമിഷം വരെ വഖഫ് ബോർഡ് പേരിൽ കൂട്ടിയിട്ടില്ല. ഇനി കർണാടകയിൽ അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ വഖഫ് ചെയ്യുന്ന സ്വത്തുക്കൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പം അങ്ങ് തന്നെ സൂചിപ്പിച്ചു, അവതാരം തന്നെ സൂചിപ്പിച്ചു, 2900 ഏക്കറാണ് കർണാടകയിൽ മാത്രം തരം തിരിച്ച് കൊമേഴ്ഷ്യലായിട്ട് കൺവേർട്ട് ചെയ്തത്. അത് ഏത് പാവപ്പെട്ടവരെ സഹായിക്കാനാണ്? ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം 200 വഖഫ് ബോർഡ് മെമ്പർക്കെതിരെ 168 പരാതികൾ വഖഫിനും ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ ലഭിച്ചിട്ടുണ്ട്. കോടാനുകോടികളുടെ അഴിമതിയാണ് വഖഫിൽ നടന്നിട്ടുള്ളത്. 1,20,000 കോടി രൂപയാണ്. അത് താങ്കൾ പറയുന്നതും വേറൊരു വിഷയമാണ്. അതായത് വഖഫിന്റെ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ടോ, വഖഫിൽ നിന്നുള്ള വരുമാനം അത് താങ്കൾ പറഞ്ഞതുപോലെ മുസ്ലിം വിഭാഗത്തിലുള്ള സ്ത്രീകളും കുട്ടികളുടെയും ഒക്കെ ഉന്നമനത്തിന് ആ വരുമാനത്തിന്റെ ഭാഗം നീക്കി വെച്ചിട്ടുണ്ടോ, അത് വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്.
അതല്ല ആ കാര്യം താങ്കൾ പറഞ്ഞതുപോലെ എനിക്കൊന്ന് സച്ചാർ കമ്മിറ്റി അത് ഡോക്ടർ ഫസൽ അല്ല, അത് ഗഫൂർ പറയാം, തിരുത്തലാണ്. എനിക്ക് പറയാം. സച്ചാർ കമ്മിറ്റിയും ആ സച്ചാർ കാര്യത്തെ കമ്മിറ്റി കുറിച്ച് ഇതൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ. പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ എന്റെ പറഞ്ഞത്. തോന്നൽ. എന്നെ പറഞ്ഞു എനിക്ക് അതിനകത്ത് പൂർത്തീകരിക്കാൻ അത് ഡോക്ടർ സമ്മതിക്കണം. ഫസൽ ഗഫൂർ ആ കാരണം കാര്യത്തിൽ അജണ്ടയിൽ പറയും. നിന്ന് ശരി, മാറി ഷോൺ പറയും. എനിക്ക് വർത്താനം പറയേണ്ട വരും. എന്നെ പറഞ്ഞു പൂർത്തീകരിക്കാൻ സമ്മതിക്കണം. അല്ലല്ല, ഞാൻ ആ കാര്യത്തിൽ ഒരു വ്യക്തത കേൾക്കുന്ന കാണുന്ന ആളുകൾക്ക് ഒരു വ്യക്തത വേണമല്ലോ. ഇപ്പോ ഈ അതായത് 1,20,000 കോടി രൂപയുടെ ആസ്തിയുണ്ട് വഖഫ് ബോർഡിന് ഇന്ത്യയിൽ. അപ്പോൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 12,000 കോടി രൂപ ഒരു വർഷം, അത് പ്രകാരം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം, ഈ കോൺഗ്രസ് ഗവൺമെന്റ് വെച്ച സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 12,000 കോടി രൂപ ഒരു വർഷം വഖഫിന് വരുമാനമായി വരണം. ഈ കഴിഞ്ഞ വർഷം 2023-24 സാമ്പത്തിക വർഷത്തിൽ വഖഫ് ബോർഡിന്റെ വരുമാനം 161 കോടി രൂപ മാത്രമാണ്. ബാക്കി വിവിധ വഖഫ് ബോർഡുകൾ തിന്നു തീർക്കാൻ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അർഹതയുള്ള ഈ പണം കുറേ വ്യക്തികളുടെയും കയ്യിൽ കുമുകൂടിയിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ സർക്കാർ ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. വഖഫ് ബോർഡ് തീരുമാനിക്കുന്നതെല്ലാം ഡൽഹിക്ക് ചുറ്റും മാത്രം 114 സർക്കാർ ഭൂമി വഖഫ് നോട്ടീസ് കൊടുത്ത് കൈവശപ്പെടുത്തി. അതങ്ങനെ സംഭവിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് മുകളിൽ ഞാൻ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുകയാണ്, വഖഫ് ആക്ട് ഭേദഗതി 2013 അമെൻമെന്റ് അനുസരിച്ചുള്ള സെക്ഷൻ 40 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി നിൽക്കുന്ന ഒരു ആക്റ്റാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ മുസ്ലിം ലീഗിനകത്തെ വിഷയം, ഇപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മുസ്ലിം ലീഗിനകത്ത് ഇപ്പം നമ്മുടെ ചർച്ചയിലേക്ക് വരാം. മുസ്ലിം ലീഗിനകത്ത് വലിയ രീതിയിലുള്ള ഗ്രൂപ്പിന് ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എക്സ്ട്രീമിസ്റ്റ് സംഘടനകളെ, പ്രത്യേകിച്ചും ഇപ്പോൾ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയും SDPI പോലെയുള്ള സംഘടനകൾ കൃത്യമായി ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നവർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു. ഇന്നലെ VD സതീശൻ്റെ ആദ്യം പ്രതികരിച്ച് PDP ആണ്. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ മദനിയെ പോലെയുള്ള ആളുകളുടെ സംഘടനയാണ് ആദ്യം പ്രതികരിച്ചത്. VD സതീശൻ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാനായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്നവർ പാർട്ടിക്കുള്ളിൽ ശക്തരാകും എന്ന മുസ്ലിം ലീഗിനകത്തെ രാഷ്ട്രീയമാണ്. ഇന്നും ഇന്നലെയുമായി KM ഷാജി ഏത് ഗ്രൂപ്പാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏത് ഗ്രൂപ്പാണ്, തങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ET മുഹമ്മദ് ബഷീർ എവിടെയാണ് നിൽക്കുന്നതൊക്കെ ആ ഗ്രൂപ്പ് സമവാക്യം നോക്കിയാൽ മനസ്സിലാവും. ഈ മുസ്ലിം ലീഗിനകത്തുണ്ടാകുന്ന ഈ ധ്രുവീകരണം, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഈ എക്സ്ട്രീമിസ്റ്റ് സംഘടനകളെ ഒരു കാലത്ത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അലി സാർ പറഞ്ഞു, ഇവിടെ മുസ്ലിം സംഘടനകളെ എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന, പാണക്കാട് തങ്ങൾ പറയുന്നത് വേദവാക്യം പോലെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ തങ്ങൾ വിചാരിച്ചാൽ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾ വളർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കമ്മീഷന്റെ കാര്യം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ പറയുകയാണ് ഇത് വഖഫ് ഭൂമി അല്ല, ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ആ കമ്മീഷൻ പറഞ്ഞാൽ എന്തു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കാൻ പറ്റും? ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം വഖഫ് ബോർഡ് ഇത് ഞങ്ങളുടെ നിലപാട് അതല്ല, ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ ആർട്ടിക്കിൾ 256 അനുസരിച്ച് ഒരു സെൻട്രൽ ആക്ടിനെ ഒരു കാരണവശാലും ഇവർക്ക് ഒരു സംസ്ഥാന സർക്കാർ, ഇപ്പോൾ ഫസൽ ഗഫൂർ സാർ പറഞ്ഞു ഒരു സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന്, ഒരു നിയമനിർമ്മാണത്തിലൂടെയും വഖഫ് ഭേദഗതി ബില്ല് അല്ലാതെ മറ്റൊരു നിയമനിർമ്മാണത്തിലൂടെയും ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. എന്താണ് ഇവരുടെയൊക്കെ ആവശ്യം? എന്തായിരുന്നു? ഇവിടെ വഖഫിന് ഇവിടെ മുനമ്പത്തെ വിഷയം പ്രാദേശികമായ പരിഗണനം, വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ വരുമ്പോൾ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ അവിടെ ശക്തമായി ഇതിനെ എതിർക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. പക്ഷേ ഇവിടെ ജനം ഈ വഖഫ് ബില്ലിന്റെ വഖഫിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ജനം പഠിച്ചു. ഇവിടുത്തെ ജനം പ്രതികരിച്ചു, ഇവിടെ സഭ പ്രതികരിച്ചു, NSS പ്രതികരിച്ചു, SNDP പ്രതികരിച്ചു, വിവിധ സംഘടനകൾ പ്രതികരിച്ചു. രംഗത്ത് വന്നപ്പോൾ ഇവർ പ്രതിരോധത്തിലായിപ്പോയി. ആ പ്രതിരോധം മറികടക്കാൻ വേണ്ടി VD സതീശന്റെ നേതൃത്വം നടത്തിയൊരു ഗൂഢാലോചനയായിരുന്നു. ഇവിടെ നമ്മുടെ എറണാകുളത്തെ അരമനയിൽ തങ്ങൾ ഉൾപ്പെടെയുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നത് ഇലക്ഷന് മുമ്പ്, ഇലക്ഷനെ ബാധിക്കാതിരിക്കാൻ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി. അപ്പോ VD സതീശൻ എടുത്ത നിലപാടുകൾ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ത് സ്വഭാവം മാറി? ഇലക്ഷന് മുൻപും ഇലക്ഷന് ശേഷവും ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പ്രശ്നപരിഹാരം ഉണ്ടാകണം, കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നം ഉണ്ടാകരുത്, സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും. നിലപാടിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ഇത് വഖഫാണോ അല്ലയോ എന്ന് പറഞ്ഞോ? മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും ഇത് വഖഫാണോ
വഖഫ് അല്ലയോ എന്ന് അതാണ് ഞാൻ ഷോൺ അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. പരിഹാരം എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് ഷോൺ, അതായത് അതാണ് ഞാൻ ചോദിച്ചത്. ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്നതിനേക്കാൾ അല്ല ശ്രീ ഷോൺ, ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്നതിനേക്കാൾ മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയിന്മേലുള്ള ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭം ഉണ്ടാകുമോ? അങ്ങനെ അവർക്ക് അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുക എന്ന ഭീഷണി അവരുടെ തലയ്ക്ക് മുകളിൽ നിന്ന് മാറുമോ? ഈ വിഷയത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. ഇതിന്റെ ചരിത്രവും നാൾ വഴികളും താങ്കൾക്ക് എന്നേക്കാൾ നന്നായി അറിയാമായിരിക്കും. ഇതിനു മുൻപ് കടലെടുത്ത ഭൂമി തിരികെ ആ ഭൂമി വരികയും അവിടെ ആളുകൾ വന്ന് വീട് വെച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു വാദം, കടലെടുത്ത് തിരികെ വന്ന ഭൂമി റവന്യൂ ഭൂമിയാണെന്ന് പറയുകയും പിന്നീട് കോടതിയിൽ പോവുകയും അത് ഫറൂഖ് കോളേജിന്റെ ഭൂമി തന്നെയാണ്, വഖഫ് ഭൂമിയാണ് എന്ന് കോടതി, വഖഫ് ഭൂമിയാണെന്നല്ല ഫറൂഖ് കോളേജിന് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് കോടതി തീർപ്പ് കൽപ്പിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആശങ്ക എന്ന് പറയുന്നത് അവർ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുമെന്നതാണ്. ഞാൻ ഒരൊറ്റ നിമിഷം ഷോൺ താങ്കളുടെ കാര്യങ്ങൾ പറയാൻ ഞാൻ അവസരം തരാം. ഞാൻ ശ്രീ ജയേന്ദ്രനിലേക്ക് പോട്ടെ. ശ്രീ ജയേന്ദ്രൻ, ഇവിടെ UDF-നെ സംബന്ധിച്ച് ഇതിലൊരു വർഗീയ വിഭജനത്തിന്റെ രാഷ്ട്രീയ സാധ്യതകൾ BJP കാണുന്നു എന്ന് മാത്രമല്ല, ഇത് ബോധപൂർവം വൈകിച്ചുകൊണ്ട് ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് സർക്കാരും CPI-ഉം ഭാഗമായിട്ടുണ്ട് എന്ന ആക്ഷേപം UDF-നുണ്ട്. അവിടെയാണ് ഷോൺ പറയുന്നത്, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് പരിശോധിച്ചത് കൊണ്ടോ ജുഡീഷ്യൽ കമ്മീഷൻ ഇതൊരു വഖഫ് ഭൂമിയല്ല എന്ന് തീർപ്പ് കൽപ്പിച്ചാൽ പോലും എന്ത് സാധുതയാണ് നിയമപരമായി അതിന് ഉണ്ടാകാൻ പോകുന്നത്? സർക്കാർ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തു, പഴയ നില തിരികെ കൊണ്ടുവരാൻ സർക്കാർ പറഞ്ഞു. അപ്പോഴാണല്ലോ വഖഫ് സംരക്ഷണ സമിതി എന്ന സംഘടന ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചതും സർക്കാരിന്റെ നടപടികൾക്ക് സ്റ്റേ വന്നതും. ഇതേ സാഹചര്യമല്ലേ തുടർന്നും ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്നതൊക്കെ വെറും പേരിന് ഒരു തന്ത്രം എന്നതിനപ്പുറത്ത് എന്തെങ്കിലും സാധ്യത അതിൽ നിന്നുണ്ടാകുമോ എന്നാണ് ഷോൺ ചോദിച്ചത്. ഇത് ഗോപികൃഷ്ണൻ, ഇവിടെ ഈ തന്ത്രങ്ങൾ, താങ്കളിപ്പോ തന്ത്രമാണല്ലോ പറഞ്ഞു നിർത്തിയത്. തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് ആരാണെന്നുള്ളത് മുനമ്പത്തെ ജനങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത് കേട്ടോ. വാസ്തവത്തിൽ വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷെ അതാണ് നമ്മൾ നോക്കാതിരിക്കുന്നതും. ഈ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെയാണ് ഭൂമി കിട്ടിയത്? അന്വേഷിച്ചാൽ അറിയാം. കൊടുത്തത് ഒരു അഡ്വക്കേറ്റ് MV പോളും ഒരു അഡ്വക്കേറ്റ് മൈക്കിളുമാണ് ഈ ഭൂമി മുനമ്പത്തെ തീരദേശവാസികൾക്ക് കൊടുക്കുന്നത്. ആരാണ് ഈ അഡ്വക്കേറ്റ് പോളും അഡ്വക്കേറ്റ് മൈക്കിളും? അപ്പൊ അടുത്ത അതല്ലേ അന്വേഷിക്കേണ്ടത്? അഡ്വക്കേറ്റ് പോളും അഡ്വക്കേറ്റ് മൈക്കിളും ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകരാണ്. ഫറൂഖ് കോളേജിനൊക്കെ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന അഭിഭാഷകരാണ് അഡ്വക്കേറ്റ് പോളും അഡ്വക്കേറ്റ് മൈക്കിളും. അപ്പൊ ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിന്റെ പവർ ഓഫ് അറ്റോർണി ആയിരുന്നു ഇവർ രണ്ടുപേരും. ഏതാ? അല്ല പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അല്ല, അവിടെ ഈ ആ പവർ ഓഫ് അറ്റോർണിയിൽ നിന്നാണ് മുൻപത്തെ തീരദേശവാസികൾ പണം കൊടുത്ത് വസ്തു വാങ്ങി അവരവിടെ താമസമാക്കുന്നത്. അതാണ് ഇതിൻ്റെ അകത്തെ ബേസിക് ഇഷ്യൂ ആയിട്ടുള്ള കാര്യം. അതിനെ അവഗണിച്ചുകൊണ്ടോ മറന്നുകൊണ്ടോ ഒരു നിമിഷം പോലും LDF ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടില്ല. എടുത്ത തീരുമാനമെല്ലാം ആ ഒരൊറ്റ ഫോക്കസിൽ കൊണ്ടുവരാൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ കാര്യമേ ശ്രീ ജയേന്ദ്രൻ, താങ്കൾ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് MB പോളും അഡ്വക്കേറ്റ് മൈക്കിളും അവരാണ് ഈ ഭൂമി ക്രയവിക്രയം ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് ഫറൂഖ് കോളേജ് കമ്മിറ്റിക്ക് ഒരു വാദമുണ്ട്. അവർ പറയുന്ന വാദം ഇത് ഗിഫ്റ്റ് ഡീഡായി ഞങ്ങൾക്ക് കിട്ടിയ ഭൂമിയാണ് എന്നതാണ്. അല്ല, അത് പറയുമ്പോ ഗോപികൃഷ്ണൻ ഇത് വഖഫ് ഭൂമിയായിട്ട് തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് രേഖകളിൽ. അത് സംശയമില്ലാതെ പറയാൻ പറ്റും. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളപ്പോൾ ഇത് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനാണ് ഇത് സേട്ട് ഫറൂഖ് കോളേജിന് 1948 അത് കൊടുക്കുന്നത്. 50-ലാണ് ഡീഡ് ഉണ്ടാവുന്നത്. അപ്പൊ തന്നെ വ്യവസ്ഥയുണ്ട്. അത് അവരാ താല്പര്യം മുമ്പോട്ട് നീക്കുന്നില്ലെങ്കിൽ, അതായത് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മുനമ്പത്തെ ഈ ഭൂമി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് സേട്ടിന്റെ കുടുംബത്തിന് തിരിച്ച് ലഭിക്കണം എന്നുള്ള വ്യവസ്ഥ അതിൽ വെച്ചിട്ടുമുണ്ടായിരുന്നു. ഈ രണ്ട് വ്യവസ്ഥകൾ നിലനിൽക്കെയാണ് ആ ഭൂമി അങ്ങനെ പോകുന്നത്. പിന്നീടാണ് ഞാനീ പറഞ്ഞ അഡ്വക്കേറ്റ് പോൾ ആൻഡ് മൈക്കിൾ അവർക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നത്. വാസ്തവത്തിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഒരു കാലത്തും ഈ മുനമ്പത്തെ ഭൂമിയെ പറ്റി അന്വേഷിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും ഒടുവിൽ 2016 ആരാണ് ഗോപികൃഷ്ണൻ കേസിന് പോകുന്നത്? വഖഫ് സംരക്ഷണ സമിതി അല്ലേ? വഖഫ് ബോർഡ് പോകുന്നില്ല. വഖഫ് ബോർഡിന് ഇപ്പോഴും ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് അവർക്ക് അവകാശവാദം ഇല്ല. ഒന്ന്.
രണ്ട്, അയ്യോ ഉണ്ട് ഫറൂഖ് കോളേജിന് അവകാശ ഇത് അല്ല അവിടെ ഒരു ചെറിയ പ്രശ്നം. ഇല്ല. അവകാശവാദം ഉള്ളത് കൊണ്ടാണല്ലോ ഇതിൽ 2022 ഈ കാര്യങ്ങളിൽ അതായത് ഇവർക്ക് കരം സ്വീകരിക്കാനോ ഇവരുടെ ഈ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ പോയിരിക്കുന്നത് 2022 അല്ലേ? അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഉൾപ്പിരിവുകൾ വേറെ ഉണ്ട് ഗോപികൃഷ്ണൻ. അതായത് ഞാൻ അതിലേക്ക് കൂടുതൽ അതായത് 2019 വഖഫ് ബോർഡ് ആസ്തി രജിസ്റ്ററിൽ ചേർക്കപ്പെടുന്നു ഈ സ്ഥലം. 2022 ഈ പ്രദേശത്തെ വസ്തുക്കളുടെ കരം സ്വീകരിക്കുന്നതും ക്രയവിക്രയങ്ങളും റീ രജിസ്ട്രേഷൻ അടക്കം തടഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് നോട്ടീസ് നൽകുന്നു. ഇങ്ങനെയാണല്ലോ ഈ പ്രശ്നം രൂപപ്പെടുന്നത്. അപ്പോൾ വഖഫ് ബോർഡിന് ആ അഭിപ്രായമുണ്ട്, ആ ക്ലെയിം ഉണ്ട്. അല്ല, ഇത് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം ഇതിന്റെ വസ്തുതകളിലേക്ക് വരുന്നതാണല്ലോ നല്ലതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം. ശ്രീ ജയേന്ദ്രൻ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരൊറ്റ സെക്കൻഡ് ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം കുറച്ച് സമയം കൂടി ഉള്ളൂ. താങ്കൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു മറുപടി കൂടി ഞാൻ എടുക്കാം. ഡോക്ടർ ഫസൽ ഗഫൂർ, എന്തുകൊണ്ടാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ കാര്യത്തിൽ നിശബ്ദരായിരിക്കുന്നത്? അവർക്ക് എന്താണ് മറയ്ക്കാനുള്ളത്? അവർക്കൊരു ഒത്തുകളി അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ സംശയാസ്പദമാണോ? അല്ല, അതൊരു രസം എന്താണെന്നറിയോ, ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിൽ ആരും ഇതിൽ ആ കഴിഞ്ഞ വിറ്റ സമയത്തുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി അവരെന്തിനാണ് മുന്നോട്ട് വരാത്തത്? അവർ മുന്നോട്ട് വരണം. കാരണം ഇതിപ്പോൾ എന്താ പറയുക, തുടങ്ങാൻ പോണത് ഇനി വേറെ ഒരുപാട് പ്രശ്നങ്ങൾ. ഞാനിപ്പോൾ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പോണത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് 110 ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട് അവിടെ എന്ന് ഫറൂഖ് കോളേജിൻ്റെ ഇപ്പോൾ എല്ലാ പ്രസിദ്ധീകരണങ്ങളും കാര്യങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ രേഖകൾ എൻ്റെ കയ്യിലില്ല ഇപ്പോൾ തൽക്കാലം കൊണ്ട്. ആ ഭൂമിയും കാണാനില്ല. അപ്പോൾ ഒരുപാട് മുസ്ലിം പ്രമാണിമാർ വഖഫ് ചെയ്തിട്ടുള്ള ഒരുപാട് ഭൂമി ഇത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് വഖഫ് ചെയ്തതല്ല എന്നാണ് മനസ്സിലാക്കണം, അത് ഗിഫ്റ്റ് ഡീഡ് കൊടുത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ അവർ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുന്നിൽ പോകണം. അതിനെക്കാട്ടും മുമ്പായിട്ട് ജനങ്ങളുടെ കമ്മീഷൻ്റെ മുന്നിൽ വരണമേ. നമ്മളെ തമ്മിൽ തല്ലുപിടിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? വളരെ കൃത്യമായിട്ട് ഇവിടെ അഭിപ്രായ വ്യത്യാസം ലീഗിലും ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിൽ VD സതീശനെയും കൂടെ കുടുക്കി, പിന്നെ സതീശനും കൂട്ടരും LDF വരെ കൊടുക്കാൻ നോക്കുന്നു, ഷോൺ ജോർജ് വേറെ വഴിക്ക് നോക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കറക്റ്റായിട്ട് ഇറ്റ് ഇസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. ആ ലീഗൽ ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ ഇതിൽ വളരെ വ്യക്തത വരും. ഇനി വഖഫ് ആണെന്ന് തന്നെ വിചാരിച്ചോ, മനസ്സിലായില്ല, അതൊരു തിയറിയാണ്. വഖഫ് ആണെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊക്കെ തെറ്റാണ്. ഞാൻ വീണ്ടും നൗഷാദ് അലി ഒരുപാട് കേസുകളുണ്ടെന്നേ, വഖഫ് ഭൂമികളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അങ്ങോട്ടാക്കിയാൽ അങ്ങോട്ടുള്ള ഭൂമി ഇങ്ങോട്ട് കൊടുത്ത് സർക്കാർ വേറെ ഏറ്റെടുത്ത് ഇവർക്ക് കൊടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ പോകേണ്ടതാണ്. അല്ലാതെ നമ്മൾ കിടന്നിട്ട് ഇവിടെ പറയണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇത് രൂക്ഷമാക്കാനായിട്ട് ശ്രമിക്കേണ്ട. പിന്നെ എനിക്ക് വ്യക്തമായിട്ടൊരു അഭിപ്രായമുണ്ട്. ഇത് വഖഫ് എന്താണ് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ബിൽ അത് നടപ്പാക്കിയാൽ ഇവർക്ക് ഇതിനൊക്കെ പരിഹാരമാവുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊരിക്കലും ഇതിന് പരിഹാരമാവില്ല. കാരണം വെച്ചാൽ മറ്റെന്താ നമ്മൾ പറയുക, പിൽക്കാല പ്രാബല്യത്തോടുകൂടെ ഒന്നും നടപ്പാക്കാൻ പറ്റില്ല. ഇത് ഓൾറെഡി കേസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഷയം എടുത്തുകൊണ്ട് വീണ്ടും നമ്മളൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചില അച്ഛന്മാർ വന്നിട്ട് അത് പ്രസംഗിക്കുക, അതങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷൻ ഇതാണെന്ന് പറയുക, അതിലൊന്നും യാതൊരു കാര്യമില്ല. ഇതിൽ ഞാൻ പറഞ്ഞുതരാം, യഥാർത്ഥത്തിൽ UDF-നും LDF-നും തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയാൽ നമുക്ക് ആർക്ക് പരിക്ക് പറ്റും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, മനസ്സിലല്ലേ? നമുക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ ആർക്ക് പരിക്ക് പറ്റും എനിക്കും പറയാൻ പറ്റില്ല, ഗോപിക്കും പറയാൻ പറ്റില്ല. പക്ഷേ മൊത്തത്തിൽ അതിൽ പരിക്ക് പറ്റാൻ പോകണം ആർക്കാണെന്ന് വെച്ചാൽ മുൻപത്തെ ജനങ്ങൾക്കാണ്. കാരണം അവർ ഈ ട്രാപ്പിൽ അങ്ങോട്ട് കുടുങ്ങും ഇതിൻ്റെ നിയമം. കാരണം മറ്റേവരും ഒട്ടും ഇപ്പോൾ മോശക്കാരല്ല. എന്താണ് പറയുന്ന സമിതി ഉണ്ടല്ലോ, വഖഫ് സംരക്ഷണ സമിതിയുടെ മുകളിൽ ഒരു മുസ്ലിം ഇതിനും യാതൊരു തരത്തിലുള്ള ഒരു മുസ്ലിം സംഘടനക്കും ഒരു തരത്തിലുള്ള ഹോൾഡും അവരുടെ മുകളിലില്ല. അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവരുടെ കൂടെ ഈ സേർട്ടിൻ്റെ സന്തതികളുണ്ട്. അതുകൊണ്ട് നമ്മളിതൊരു കുറച്ചും കൂടെ മുനമ്പത്തെ ജനങ്ങളെ കണ്ണിൽ കണ്ടുകൊണ്ടല്ലാതെ ഇത് ET എന്ത് പറഞ്ഞെന്നോ, ഷാജി എന്ത് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ സതീശൻ എന്ത് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പിണറായി എന്താ കുത്തിത്തീർപ്പുണ്ടാക്കണമെന്നോ, ഈ വേണ്ടാത്തവരെ ചോദ്യങ്ങൾക്ക് പുറയിൽ പോകാതെ മനസ്സിലായില്ലേ, നമ്മൾ ഇതിനൊരു ഒത്തീർപ്പുണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി ഡോക്ടർ, ആ അഭിപ്രായം ഞാൻ കേട്ടു. പക്ഷേ ഡോക്ടർ, ഈ കാര്യങ്ങളൊക്കെ ഇഴകീറി പരിശോധിക്കേണ്ടി വരുന്നത് ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ തന്നെ ശ്രീ ഷോൺ പറഞ്ഞത് കേട്ടില്ലേ? അതായത് ഒരു വലിയ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, മാത്രമല്ല ഈ വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നതിനെ കുറിച്ച്, അതിൻ്റെ സ്വത്ത് വകകൾ എങ്ങനെ, അതിലെ വരുമാനം എങ്ങനെ ചിലവഴിക്കുന്നതെന്ന് സംബന്ധിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിശ്ചിതത്വം ഉണ്ടാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഈ നിയമ ഭേദഗതി അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു രാഷ്ട്രീയവാദം BJP-ക്കുണ്ട്.
ഇനി ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതുകൊണ്ട് എന്ത് മാറ്റമാണ് ഇല്ല, ഉണ്ടാകാൻ അതില് പോകുന്നത്? അതില് വളരെ ചോദ്യം പ്രസക്തമാണ്. വേണം. അതിന് ഞാൻ മറുപടി പറയാം. ഗോപി, ആദ്യം തന്നെ ഇത് തെറ്റായ പ്രചരണമാണ്. അത് ഷോണർക്ക് പ്രചരണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പറ്റ മീഡിയയിലൊരു പ്രചരണമുണ്ട്. ഇന്ത്യ റെയിൽവേസും മറ്റൊക്കെ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വത്തുള്ളത് വഖഫ് ബോർഡിന് ഒരു സ്വത്തുമില്ലാന്നേ. അത് ആദ്യം മനസ്സിലാക്ക്. വഖഫ് ബോർഡ് ഒരു ഓവർസീ കമ്മിറ്റിയാണത്. അതായത് വഖഫ് ചെയ്യുന്ന ഒരാൾ വഖഫ് ചെയ്യുന്ന വേറെ ആൾക്ക് കൊടുക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കൂട്ടം ആൾക്കാർ MESന് വഖഫ് ചെയ്യുന്നു വിചാരിച്ചോ, അത് മര്യാദക്ക് ഞങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടോ എന്നറിയാനായിട്ടാണ് വഖഫ് ബോർഡും അതിൻ്റെ ട്രിബ്യൂണലും. പിന്നെ ട്രിബ്യൂണലിൻ്റെ മുകളിൽ കോടതികളുണ്ടെന്ന്, ഹൈക്കോടതി ഉണ്ട്. ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് വഖഫ് വിഷയമായിട്ട്. അതിൻ്റെ മുകളിൽ ജില്ലാ കോടതി ഉണ്ട്. അതിന് വഖഫ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ആ വഖഫിൻ്റെ ട്രിബ്യൂണലിൻ്റെ ജഡ്ജായിട്ടിരിക്കുന്ന മുസ്ലിമൊന്നുമല്ല, അല്ലാതെ എൻ്റെ അഭിപ്രായം. സത്യൻ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ജഡ്ജാണെന്ന് എൻ്റെ ഓർമ്മ, പേര് തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ജില്ലാ കോടതി ഉണ്ട്, അതിൻ്റെ മുകളിൽ ഹൈക്കോടതി ഉണ്ട്, ഇനി അതിൻ്റെ മുകളിൽ സുപ്രീം കോടതി ഉണ്ടെന്നേ. അപ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞാണ്. വഖഫ് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. ഇഫ് ദ വഖഫ് സേസ് ഇറ്റ് ബിലോങ്സ് ടു ദം ഇറ്റ് വിൽ ബിലോങ് ടു ദം. ഇങ്ങനെയൊക്കെയുള്ള അത് വേറെ തർക്കമാണ്. ആ തർക്കത്തിലോട്ട് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. നമുക്ക് വേറെ ദിവസം വേണമെങ്കിൽ നമുക്ക് ആ തർക്കത്തിലോട്ട് പോവാം. എൻ്റെ ഇപ്പോൾ ഒപ്പീനിയൻ ഇപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയാണ്, ഇതിനൊരു ജുഡീഷ്യൽ ആയിട്ടുള്ളൊരു പരിഹാരം ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം നേരെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടെ ഒത്ത്. മറ്റേ കാര്യം നമുക്ക് പാർലമെന്റിൽ നോക്കാം. പാർലമെന്റിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ പാർലമെന്റിന്റെ JPC നടക്കുന്നുണ്ടല്ലോ, അവിടെ ഭയങ്കര ബഹളം നടക്കുന്നുണ്ടല്ലോ. അത് പാർലമെന്റിൽ അവർ കൊണ്ടുവരട്ടെ. അപ്പം അത് വേറെ വിഷയമാണ്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾക്ക് തിരക്കുകളുണ്ടെന്ന് താങ്കൾ അറിയിച്ചിരുന്നു. ശ്രീ M. ജയചന്ദ്രൻ, താങ്കൾക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. എൻകൗണ്ടർ പ്രൈം തുടരുന്നു. വഖഫ് ഭൂമി തർക്കത്തിൽ UDF വിവാദങ്ങളുടെ മുനമ്പത്തു. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, താങ്കൾക്ക് ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. ഗോപികൃഷ്ണൻ, അത് ഈ നമ്മുടെ വഖഫ് ഭൂമിയുടെ കയ്യേറ്റത്തെ കുറിച്ച് പഠിക്കാനാണ് 2006, 2011 VS സർക്കാർ 2007 ജസ്റ്റിസ് MA നിസാറിനെ കമ്മീഷനായിട്ട് വെക്കുന്നത്. 2008 തോന്നുന്നു. 2008 അല്ല, 2007 വെച്ചു. 2008 റിപ്പോർട്ട് വരികയാണ്. 2007 വെക്കുന്നത്. അപ്പൊ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന എന്താണെന്ന് അറിയുമോ? ഈ കയ്യേറ്റത്തെ കുറിച്ച് പഠിക്കാൻ ആണ് കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷൻ പറയുന്നത് 600 ഏക്കർ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അത് 23 സ്ഥലങ്ങളിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് മുനമ്പത്താണ്. മുനമ്പത്ത് ആകെ ഉണ്ടായിരുന്ന 406 ഏക്കറിൽ 188 ഏക്കറാണ് വിൽപ്പന നടത്തിയത്. 22 ഏക്കർ കടലെടുത്ത് പോയി. ബാക്കി 197 ഏക്കർ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. ഇതാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അപ്പോഴ് തങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുള്ളൊരു പരാതി ഓർക്കണം, ഫറൂഖ് കോളേജിന് ഒരിക്കലും ഇല്ല, ഇപ്പോഴും ഇല്ല. വഖഫ് ബോർഡ് താങ്കൾ പറഞ്ഞ കത്തുണ്ട്, അത് വേറൊരു കോണ്ടക്സ്റ്റിലാണ് വരുന്നത്. പക്ഷേ ഈ നിസാർ കമ്മീഷന്റെ കാലത്തൊന്നും അത്തരത്തിലൊരു സംഗതി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറഞ്ഞതിന്റെ പേരിലല്ല ഈ അന്വേഷണം ഉണ്ടാവുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ 158 ഏക്കറിൽ വിറ്റുപോയി 158 ഏക്കറിലാണ് ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് പോളൻ, അഡ്വക്കേറ്റ് മൈക്കിൾ പവർ ഓഫ് അറ്റോർണി ആയിട്ട് നിന്ന സമയത്താണ് ഈ വസ്തു വാങ്ങിക്കപ്പെടുന്നത്. മുനമ്പം സ്വദേശികൾ അവരാണ് അവിടുത്തെ താമസക്കാർ. അവരെ കുടിയിറക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അതിന് 2016 മുനമ്പം വഖഫ് സംരക്ഷണ സമിതി ഉണ്ടാക്കി ചിലര് ഹൈക്കോടതിയിൽ പോയി. ആ കേസാണല്ലോ ഇപ്പോഴും നടക്കുന്നത്, 2014 കൊടുത്ത കേസ്. ഇപ്പോ ഇതിൻ്റെ അകത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പിണറായി സർക്കാർ ഇപ്പൊ വെച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഇവിടുന്ന് ഇത്ര നേരം സംസാരിച്ച് പോയ MES പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ആ ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം വരണം, അതാണ് ശരിയായ ഒരു പോംവഴി ഉണ്ടാക്കാൻ കഴിയുന്നത്. അതല്ലേ ശരി? ഇപ്പോ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം UDF ചെയർമാൻ കൂടെയാണല്ലോ. UDFന്റെ ചെയർമാനോട് UDFിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാക്കൾ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒരഭിപ്രായം പറയുമ്പോൾ പ്രമുഖനായ ET MP ആയിട്ടുള്ള ET മറ്റൊരഭിപ്രായം പറയുന്നു. അദ്ദേഹം പറയുന്ന അഭിപ്രായം KM ഷാജി ഇന്നലെയും ഇന്നുമായി പറഞ്ഞ അഭിപ്രായങ്ങളെ പൂർണ്ണമായും പിന്താങ്ങിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയമായ മലക്കം മറിച്ചിലുകളോ വേർതിരിവുകളോ വ്യത്യാസങ്ങളോ വിയോജിപ്പുകളോ അവിടെ നിൽക്കട്ടെ. ജുഡീഷ്യൽ കമ്മീഷനാണ് പരമപ്രധാനമായി തീരുമാനം എടുക്കാൻ കഴിയുന്ന നിർദ്ദേശം വെക്കേണ്ടത്. ആ നിർദ്ദേശം ആണ് ഗവൺമെന്റ് വെയിറ്റ് ചെയ്യുന്നത്. അതല്ലാതെ 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പൊ ആ ഡയലോഗ് അടിക്കുന്നില്ലല്ലോ ഗോപികൃഷ്ണൻ.
10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചു കളയാം എന്നുള്ള ഡയലോഗ് ആർക്കും വരുന്നില്ലല്ലോ ഇപ്പോ. എന്താണ് കാരണം? സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ വിയോജിപ്പുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നില്ലല്ലോ, പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് തീരുമാനം എടുത്തത് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാനാണ്. ഗവൺമെന്റ് തീരുമാനിച്ചു. ഗവൺമെന്റ് ജുഡീഷ്യൽ കമ്മീഷനെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹം ആ കേസിൽ പിന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും. ഹൈക്കോടതിയിൽ ഇടപെടണമെങ്കിൽ അങ്ങനെ, അതല്ല മറ്റു തലത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ. ഏതായാലും ഒരു കാര്യം വ്യക്തമായിട്ടുള്ള നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, വഖഫ് ബോർഡ് പിന്നെ ഈ കേരളത്തിലുള്ള നിരവധി ആൾക്കാരുടെ ഭൂമി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ള BJPയുടെ നരേറ്റീവ് അടിസ്ഥാനരഹിതം മാത്രമല്ല, കേരള വിരുദ്ധമായ ഒരു സമീപനം കൂടിയാണ്. എനിക്ക് മനസ്സിലായി. ശ്രീ കെ പി നൗഷാദ് അലി, അതായത് ഇതെല്ലാം ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പോൾ സർക്കാരാണെങ്കിലും അതല്ല BJP ആണെങ്കിലും നടത്തുന്നത് എന്നതാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ അഭിപ്രായമെങ്കിൽ സർക്കാർ ഏത് തരത്തിൽ പ്രശ്നം പരിഹരിക്കണമായിരുന്നു എന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം? ഇപ്പോൾ ആദ്യം ആളുകൾ വന്നപ്പോൾ നിങ്ങൾ കരമടച്ചോളൂ, നിങ്ങളുടെ ഭൂമി നഷ്ടപ്പെടില്ല എന്ന് സർക്കാർ നിലപാടെടുത്തു. അവിടെ കോടതിയിൽ പോയത്, റിട്ടുമായി കോടതിയിൽ പോയത് വഖഫ് സംരക്ഷണ സമിതിയാണ്. അവിടെ സർക്കാരിൻ്റെ നടപടികൾ സ്റ്റേ ചെയ്യപ്പെട്ടു. വീണ്ടും സർക്കാർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയിലെ അവകാശത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പ് കൊടുത്തു. അതിനുശേഷം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. നിങ്ങൾ ഈ നടപടികളൊക്കെ വിമർശിക്കുകയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു എന്നതാണ് UDFന്റെ അഭിപ്രായം, കോൺഗ്രസിന്റെ അഭിപ്രായം? ഇവിടെ ഗോപികൃഷ്ണ, ഇവിടെ ഇതൊരു തർക്ക വിഷയം. ഈ തർക്ക വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ സുതാര്യമായ നടപടിക്രമങ്ങൾ അവധാനതയില്ലാതെ വളരെ കൃത്യമായിട്ട് സർക്കാർ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സാമുദായിക പരിസരമൊക്കെ കീറിപ്പറഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്നാമത്തത്, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത നിരീക്ഷണങ്ങൾ ഇവിടെ പുറത്തു വരുന്നുണ്ട്. ഒന്ന്, വഖഫായിട്ട് ഏറ്റുവാങ്ങിയ ഫറൂഖ് കോളേജ് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. അപ്പോൾ ടൈറ്റിൽ ഡീഡിന്റെയും അതിലെ രേഖപ്പെടുത്തിയ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റു ചില ആളുകൾ പറയുന്നത് ഇത് വഖഫ് ഭൂമിയാണ്. ഈ വഖഫ് ഭൂമി വിറ്റുകളഞ്ഞ ഫറൂഖ് കോളേജാണ് കുറ്റക്കാർ എന്ന് പറയുന്നു. ആ ആരോപണത്തെ പ്രതിരോധിക്കാൻ ഫറൂഖ് കോളേജിനെ പ്രതിനിധീകരിച്ച് ആരും മുന്നോട്ട് വരാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ തുടർന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലുകളും വഖഫ് സംരക്ഷണ സമിതിയുടെ നിയമ പോരാട്ടങ്ങളും അതിന്റെ ഭാഗമായിട്ട് വന്ന ഉത്തരവുകളും ഇപ്പോഴിത് എത്തി നിൽക്കുന്ന അവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിഷയം കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഉള്ള വിഷയമാണെങ്കിലും അവിടെ വഖഫ് ബില്ല് അവതരിപ്പിക്കാൻ BJP മുന്നോട്ട് വന്ന സമയം മുതലാണ് ഇത് നീറിപ്പുകഞ്ഞു വലിയൊരു ധ്രുവീകരണത്തിന്റെ പാതയിലേക്ക് പോയത്. വളരെ കൃത്യമായിട്ട് ഈ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിൽ അകറ്റിയും അടുപ്പിച്ചും ഒരു ഇടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ഹിഡൻ അജണ്ട കേരളത്തെ ചൂഴ്ന്നു നിൽക്കും പോലെ അവിടെ മുഴച്ചു നിൽക്കുന്നു. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ, ഇതൊക്കെ രേഖാമൂലം നമ്മുടെ മുമ്പിൽ ലഭ്യമായ ഒന്നാണ്. അത് മുൻനിർത്തി പരിശോധിച്ച് കേരള സർക്കാർ അന്തിമമായിട്ടൊരു തീരുമാനം കൈക്കൊള്ളണം. അതിന് വലിയ സമയമൊന്നും വേണ്ട. ഏത് കമ്മീഷനായാലും ഞാനൊരു കാര്യം പറയാം. മുമ്പ് 1956 ഹരിദാസ് മുന്ദ്ര കേസിൽ LIC പൊതുവിപണിയിൽ ഇടപെട്ട് ഓഹരി വാങ്ങിയ വലിയ ആരോപണം പാർലമെന്റിൽ ഫിറോസ് ഗാന്ധി ഉന്നയിച്ചപ്പോൾ ജസ്റ്റിസ് ചഗ്ല എന്ന ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അന്വേഷണ കമ്മീഷനായി വന്നു. 24 ദിവസം കൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് നൽകി. അന്ന് TT കൃഷ്ണമാചാരി എന്ന ധനമന്ത്രി രാജിവെച്ചു. ഹരിദാസ് മുന്ദ്ര അറസ്റ്റിലുമായി. അപ്പൊ ഇതൊന്നും പരിഹരിക്കാൻ അധിക സമയം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ നിലമേൽ വിഷയത്തിലും ശബരിമല പൂങ്കാവനത്തിനകത്തെ കുരിശ് പ്രത്യക്ഷപ്പെട്ട വിഷയത്തിലൊക്കെ കെ കരുണാകരൻ ആ വിഷയമൊക്കെ പരിഹരിച്ചതിന്റെ രീതിയൊക്കെ ഒന്ന് കണ്ടുപഠിക്കാൻ. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഷോൺ ജോർജ്, UDFന്റെ ഉദ്ദേശശുദ്ധിയിലും സംസ്ഥാന സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും ഉദ്ദേശശുദ്ധിയിലും സംശയം പ്രകടിപ്പിക്കുന്ന താങ്കൾക്ക്, അതല്ലെങ്കിൽ BJPക്കും കേന്ദ്ര സർക്കാരിനും മുൻപത്തെ ഈ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒന്നാമത്തെ കാര്യമായിട്ട് പറയട്ടെ, അങ്ങ് ഇവിടെ പ്രിയമറ്റ ഫസൽ കപൂർ സാർ പറഞ്ഞു ഗിഫ്റ്റ് ഡീഡ്. ആ ഗിഫ്റ്റ് ഡീഡിൽ തന്നെ കൃത്യമായി വഖഫിന്, ഇത് വഖഫ് എന്ന വാക്ക് ആ ഗിഫ്റ്റ് ഡീഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇവർ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതെൻ്റെ പിന്തുടർക്കാരിലേക്ക് തിരികെ എത്തുമെന്നുള്ള ക്ലോസ് അതിനകത്തുണ്ട്. അവിടെ തന്നെ വഖഫ് അല്ല. ഓക്കെ, ആ ഡോയിഡ് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ്? 1975 ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്, ഇത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട ഭൂമിയാണ്, ഫാറൂഖ് കോളേജിന് ഗിഫ്റ്റ് ഡീഡ് വരെ കിട്ടിയ ഭൂമിയാണ് എന്ന്
കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി പർച്ചേസിലേക്ക് പോകുന്നത്. അന്നും കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം ഫാറൂഖ് കോളേജ് നടത്തിയിരുന്നു. അത് വിജയിക്കാതെ വന്നപ്പോൾ 1987 ഫാറൂഖ് കോളേജ് മാനേജ്മെൻ്റ് എടുത്ത ഒരു റെസൊല്യൂഷൻ പ്രകാരം 87 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവർ ആ ഭൂമി വാങ്ങിച്ചത്. ജനിച്ച ഭൂമി വില കൊടുത്ത് വാങ്ങി വീണ്ടും ഇറങ്ങാൻ നിൽക്കുകയാണ് അവർ. അപ്പോൾ അവിടെ 1991 ശേഷം 1995 2013 വഖഫ് ആക്ടിൻ്റെ അമെൻമെൻറ്റുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ആ 1975 ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവനുസരിച്ച് ഇവർ വാങ്ങിയ ആ രജിസ്ട്രേഷൻ സാധുവാകുമായിരുന്നു. അപ്പോൾ എവിടെയാണ് അവർക്ക് പ്രശ്നമുണ്ടായത്? ആ വഖഫ് അമെൻമെൻറ്റ് ബില്ല് 2013 അമെൻമെൻറ്റിലും 1995 വഖഫ് ആക്ടിൻ്റെ ഭേദഗതിയിലൂടെ അവർക്ക് വന്ന ഒരു അപകടത്തെ ആ വഖഫ് ഭേദഗതിയിലൂടെ മാത്രമേ മാറ്റാൻ കഴിയൂ. അത് ഇപ്പോൾ അവിടെ പറഞ്ഞു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വേണം, ഈ ബില്ലിൽ അതില്ല. ആര് പറഞ്ഞു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലെന്ന്? 6 മാസത്തിനുള്ളിൽ ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ട് പാർലമെൻറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള മുഴുവൻ വഖഫ് ഭൂമികളും റീരജിസ്റ്റർ ചെയ്യണം. മുഴുവൻ അവരുടെ രേഖകൾ വെച്ച്, അവരുടെ സിവിൽ ഡോക്യുമെൻറ്റ്സ് വെച്ച്, രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ് വെച്ച് മുഴുവൻ റീരജിസ്റ്റർ ചെയ്യണം. അങ്ങനെ റീരജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ നിലവിൽ 1987 ശേഷം ഇവരുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് അവർ പൊസഷനായി അനുഭവിച്ചു വരുന്ന വസ്തു ഒരിക്കലും വഖഫിന് ഇനി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോൾ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു, ആരും പറഞ്ഞാൽ കേൾക്കുകയില്ലാത്ത വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകളാണ്. ആര് പറഞ്ഞാൽ കേൾക്കുകയില്ലാത്ത വഖഫ് സംരക്ഷണ സമിതിയുടെ നാസർ മനക്കൽ ആരും പറഞ്ഞാൽ കേൾക്കില്ല. എന്താണെന്നറിയാമോ? അയാൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സിമി ഉൾപ്പെടെയുള്ള PFI ഉൾപ്പെടെയുള്ള ഒരു സംഘടനയിലെ അംഗമായിരുന്നതിന് മുമ്പ്. ആ സംഘടന നിരോധിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ മാറി നിൽപ്പുണ്ട്, ശരിയാണ്. ആ വഖഫ് സംരക്ഷണ സമിതിയുടെ അംഗങ്ങളെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ നല്ല ശതമാനവും മുൻ PFI അംഗങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ നിലപാടും നമുക്ക് വിശദമായി അവസരമാണ്. താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം, ആദ്യം ഈ ഭൂമി 1950 ഹാജി മൂസ സേട്ടിന്റെ മകളുടെ ഭർത്താവ് സിദ്ദിഖ് സേട്ട് നൽകുമ്പോൾ അത് പാരിതോഷികമായിരുന്നു. പക്ഷെ അപ്പോൾ വഖഫ് നിയമം ഉണ്ടായിരുന്നില്ല, അതിന് മുൻപാണ് നൽകിയത്. അപ്പോഴാണ് ഈ ഭൂമി തിരികെ ഈ ഞങ്ങളുടെ പിന്തുടർച്ച അവകാശികൾക്ക് അത് കിട്ടും, അത് വേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ എന്ന ഭാഗം വന്നിട്ടുള്ളത്. ഞാൻ അത് മാത്രം ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലും ചർച്ചയിൽ ഉന്നയിക്കാവുന്നതാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്ക പ്രശ്നത്തിൽ കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് വിങ്ങലിൽ അതിനെ പോറലേൽപ്പിക്കാത്ത തരത്തിലുള്ള ഒരു പരിഹാര മാർഗങ്ങളിലേക്ക് പോകാനുള്ള പക്വത കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകണം. ആ സമീപനത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു.